പാലസിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ടണൽ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ്. പ്ലേ ഗ്രൗണ്ടാണ്. കുറച്ച് കളിപ്പാട്ടങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള. അവർ കുറച്ച് നേരം അതൊക്കെ എടുത്ത് കുറേ നേരം കളിച്ച് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് സൈക്കിളൊക്കെ വെക്കുന്ന സ്ഥലം വന്ന് കണ്ടു. അവിടെ കുറേ സൈക്കിളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തുകൊണ്ട് പോയി ചവിട്ടാനൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ഞങ്ങൾ പാലസിൻ്റെ പിൻഭാഗത്തേക്കാണ് പോയത്. അത് രണ്ടാമതൊരു പൊക്കപ്രദേശമാണ്. അങ്ങോട്ട് കയറി നടന്ന് പാലസിൻ്റെ പിൻഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിവിശാലമായ ഒരു വലിയൊരു മുറ്റമാണ് ഈ പിൻഭാഗം. അവിടെ മിറ്റിലൊക്കെ ഇട്ട് നിരത്തി നല്ല ക്ലിയറാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ കൂടെ ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കൂടെ ഗൈഡില്ലായിരുന്നു, ഞങ്ങൾ ഗൈഡിനെ വിളിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ മാത്രമേ പോയുള്ളൂ. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രില്ലിട്ടിട്ടുണ്ട്. അതെല്ലാം ഈ ടണലിൻ്റെ ഭാഗങ്ങളാണ്. അതിനുശേഷം ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത്, ഈ പാലസിൻ്റെ. ഏതായാലും ആ ഫ്രണ്ടിലെ വ്യൂ കണ്ടാൽ നമുക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാൻ പറ്റും. വലിയ വിപുലമായ വലിയൊരു മൈതാനം, അതിൻ്റെ നടുക്കാണ് ഇത് നിൽക്കുന്നത്. ഈ ടണലിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ ഉണ്ട് ഇവിടുന്ന് തന്നെ. ഇത് കണക്ട് ചെയ്യുന്ന ഹോളുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. പിന്നെ ഞങ്ങളവിടുന്ന് കുറേ നേരം ഇതിന് ചുറ്റുമൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് പോയി. അത് എനിക്ക് തോന്നിയ പ്രത്യേകത വെച്ചാൽ ഈ പാർക്കുകളൊക്കെ തടികളിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്നൊരു പാർക്കാണ്. തടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വഞ്ചറിങ് മാത്രമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതും കുറച്ച് നേരം കുട്ടികളോടൊപ്പം അതിൻ്റെ കൂടെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ നടന്ന് ലേക്കിൻ്റെ സൈഡിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് ഈ കന്നുകാലികളൊക്കെ മേയ്ക്കുന്ന സ്ഥലമുണ്ട്. അവർ അതിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടി ആ ഗ്രൗണ്ടിൻ്റെ മൂലയ്ക്കായിട്ട് വരും. അവിടെ വെള്ളം പൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന് വെള്ളം കുടിക്കാൻ കുറച്ച് നേരം അതിനോടൊക്കെ വർത്താനം പറഞ്ഞു ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തു. അപ്പം ഈ ലേക്കിൻ്റെ വ്യൂവിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു വലിയൊരു മരം ചാഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് നേരം അവിടെ പോയി കളിക്കാം എന്ന് കരുതി അവിടെ ചെന്ന് കുറേ നേരം അവിടെ പിള്ളേർ ആ മരത്തിലൊക്കെ കയറി ഓടിച്ചാടിയതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. മഴയുടെ ഒരു ചെറിയ ലക്ഷണമുള്ളത് കൊണ്ട് കുറേയധികം ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊരു ഏകദേശം ഒരു 5 മണിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഇനി അടുത്തൊരു യാത്ര ഉടൻ തന്നെ ഉണ്ടാകും. ബൈ ബൈ, സീ യു.